ഭാരതത്തിന്റെ ജനാധിപത്യ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിക്കാൻ ലക്ഷ്യമിട്ട് വനിതാ സംവരണ ഭേദഗതി ബിൽ നടപ്പാക്കുന്നതിന്റെ നിർണായക നീക്കവുമായി കേന്ദ്ര സർക്കാർ. വരാനിരിക്കുന്ന 2029 ലോക്സഭാ തിരഞ്ഞെടുപ്പിലും വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും സ്ത്രീകൾക്ക് കൃത്യമായ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ സഹകരണം തേടിയിരിക്കുന്നത്. ഇരു സഭകളിലെയും എംപിമാർക്ക് അയച്ച കത്തിലൂടെ രാജ്യത്തെ സ്ത്രീ ശക്തിയെ ആദരിക്കാനും അവർക്ക് അർഹമായ അധികാരം നൽകാനും രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒന്നിക്കണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. വനിതാ സംവരണ ബിൽ കേവലം ഒരു നിയമനിർമ്മാണമല്ല, മറിച്ച് നമ്മുടെ രാജ്യത്തെ സ്ത്രീകളോടുള്ള പവിത്രമായ ഉത്തരവാദിത്തമാണെന്ന് മോദി കത്തിൽ എടുത്തു പറയുന്നു. ഇത് രാഷ്ട്രീയ ലാഭത്തിനപ്പുറം വരും തലമുറകളോടുള്ള നീതിയാണ്. നമ്മുടെ ഐക്യം ലോകത്തിന് കാണിച്ചു കൊടുക്കാനുള്ള ഏറ്റവും അനുയോജ്യമായ നിമിഷമാണിതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പതിറ്റാണ്ടുകളായി ചർച്ച ചെയ്യപ്പെടുന്നതും എന്നാൽ പല കാരണങ്ങളാൽ നടപ്പിലാക്കാൻ കഴിയാതെ പോയതുമായ ഈ ബില്ലിന് ഇപ്പോൾ ഭരണഘടനാപരമായ അംഗീകാരം നൽകേണ്ടത് അനിവാര്യമാണെന്ന് സർക്കാർ വിശ്വസിക്കുന്നു. കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പുതിയ ഭേദഗതി പ്രകാരം ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും വലിയ മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. ഓരോ സംസ്ഥാനത്തെയും നിലവിലുള്ള പാർലമെന്റ് സീറ്റുകൾ 50% വർദ്ധിപ്പിക്കാനാണ് കേന്ദ്രത്തിന്റെ ആലോചന. ഇത് നടപ്പിലായാൽ ഇന്ത്യൻ പാർലമെന്റിന്റെ ഘടന തന്നെ മാറും. നിലവിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നതോടെ ലോക്സഭയിലെ ആകെ അംഗബലം 816 ഉയരാം. ഇതിൽ 273 സീറ്റുകൾ വനിതകൾക്കായി സംവരണം ചെയ്യപ്പെടുകയും ചെയ്യും. കൂടാതെ കേരളത്തിലെ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 20 നിന്ന് 30 ഉയരും. നിയമസഭാ സീറ്റുകളുടെ എണ്ണം 140 നിന്ന് 210 വർദ്ധിക്കും. ഇതിൽ 1/3 സീറ്റുകൾ സ്ത്രീകൾക്ക് മാത്രമായി മാറ്റിവെക്കും. ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കാൻ പാർലമെന്റിൽ 2/3 ഭൂരിപക്ഷം ആവശ്യമാണ്. നിലവിലെ സാഹചര്യത്തിൽ പ്രതിപക്ഷ കക്ഷികളുടെ പൂർണ്ണമായ പിന്തുണ ഇല്ലാതെ ഈ ബിൽ പാസാക്കുക എളുപ്പമല്ല. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നേരിട്ട് പ്രതിപക്ഷ നേതാക്കളെയും എംപിമാരെയും സമീപിച്ച് ഒരു ദേശീയ സമവായത്തിന് ശ്രമിക്കുന്നത്. രാഷ്ട്രീയത്തിൽ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കണമെന്നത് എല്ലാ പാർട്ടികളുടെയും പ്രഖ്യാപിത നയമാണെങ്കിലും അത് പ്രാവർത്തികമാക്കാനുള്ള ഏകകണ്ഠമായ തീരുമാനം ഈ നിമിഷം ഉണ്ടാകുമോ എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. സ്ത്രീകൾക്ക് തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ നേരിട്ട് പങ്കാളിത്തം നൽകുന്നതിലൂടെ രാജ്യത്തിന്റെ വികസന വേഗത വർദ്ധിപ്പിക്കാമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ലഭിച്ച സംവരണം വഴി ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളിൽ വലിയ മാറ്റങ്ങൾ പ്രകടമായിരുന്നു. സമാനമായ ഒരു മുന്നേറ്റം പാർലമെന്റിലും നിയമസഭയിലും ഉണ്ടാകേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. രാഷ്ട്രീയത്തിലെ പുരുഷാധിപത്യത്തിന് അറുതി വരുത്തി സ്ത്രീകൾക്ക് അർഹമായ ഇടം നൽകുക എന്നതാണ് ഈ ബില്ലിന്റെ പ്രധാന ലക്ഷ്യം. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ പ്രശ്നങ്ങളിൽ കൂടുതൽ ഫലപ്രദമായ നിയമങ്ങൾ നിർമ്മിക്കാൻ ഇത് സഹായിക്കും. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് സ്ത്രീകൾക്ക് ലഭിക്കുന്ന ഈ പ്രാധാന്യം ആഗോളതലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ തന്നെ വർദ്ധിപ്പിക്കും. ഭൂരിഭാഗം പ്രതിപക്ഷ പാർട്ടികളും വനിതാ സംവരണം എന്ന ആശയത്തെ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും അത് നടപ്പിലാക്കുന്ന രീതിയെക്കുറിച്ച് അവർക്ക് ചില നിർണായകമായ വിയോജിപ്പുകളുണ്ട്. സംവരണം 2029 നീട്ടിവെക്കാതെ ഈ നിമിഷം തന്നെ നടപ്പിലാക്കണമെന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പല പാർട്ടികളുടെയും പ്രധാന ആവശ്യം. സെൻസസിനും മണ്ഡല പുനർനിർണയത്തിനും കാത്തുനിൽക്കുന്നത് ബിൽ വൈകിപ്പിക്കാനുള്ള തന്ത്രമാണെന്ന് അവർ ആരോപിക്കുന്നു. സംവരണത്തിനുള്ളിൽ തന്നെ OBC വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പ്രത്യേകം കോട്ട വേണമെന്ന് കോൺഗ്രസ്, RJD, SP തുടങ്ങിയ പാർട്ടികൾ ശക്തമായി വാദിക്കുന്നു. ഇത് ഉറപ്പാക്കാതെ ബിൽ പൂർണ്ണമാകില്ലെന്നാണ് ഇവരുടെ പക്ഷം. എന്നാൽ ഇതിനൊക്കെ പുറമെ ദക്ഷിണേന്ത്യൻ പാർട്ടികൾക്കും മറ്റ് പ്രാദേശിക കക്ഷികൾക്കും ഈ ബില്ലിനെ കുറിച്ച് ചില പ്രത്യേക ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. മണ്ഡല പുനർനിർണയത്തിലൂടെ സീറ്റുകൾ വർദ്ധിപ്പിക്കുമ്പോൾ ജനസംഖ്യ നിയന്ത്രിച്ച കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് പാർലമെന്റിലെ പ്രാതിനിധ്യം കുറയുമോ എന്ന ഭീതിയുണ്ട്. ജനസംഖ്യ കൂടിയ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സീറ്റുകൾ ലഭിക്കുന്നത് രാഷ്ട്രീയമായ അസന്തുലിതാവസ്ഥ ഉണ്ടാക്കുമെന്ന് ഇവർ കരുതുന്നു. DMK, തൃണമൂൽ കോൺഗ്രസ് എന്നീ പാർട്ടികൾ സ്ത്രീകൾക്ക് അധികാരം നൽകുന്നതിനെ അനുകൂലിക്കുമ്പോഴും സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്നെടുക്കുന്ന രീതിയിലാകരുത് പുതിയ മണ്ഡല പുനർനിർണയം എന്ന് മുന്നറിയിപ്പ് നൽകുന്നു. വനിതാ സംവരണ ഭേദഗതി ബില്ലിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ കേവലം ഒരു നിയമനിർമ്മാണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് ഭാരതത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളെ പുനർനിർവചിക്കാനുള്ള ഒരു വലിയ നീക്കമാണിത്. പതിറ്റാണ്ടുകളായി ചർച്ചാ വിഷയമായിരുന്നിട്ടും രാഷ്ട്രീയ സമവായമില്ലാത്തതിനാൽ തടസ്സപ്പെട്ട ഈ ബിൽ ഇപ്പോൾ നിർണായകമായ ഒരു ഘട്ടത്തിലാണ്. ചുരുക്കത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ പ്രത്യയശാസ്ത്രപരമായ ഭേദഗതികൾ മാറ്റിവെച്ച് രാജ്യത്തെ പകുതിയിലധികവും വരുന്ന ജനവിഭാഗത്തിന്റെ ശാക്തീകരണത്തിനായി ഒന്നിച്ചു നിൽക്കേണ്ട നിമിഷമാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടതുപോലെ ഈ ബില്ലിന്മേലുള്ള ഐക്യം ഇന്ത്യയുടെ പാർലമെന്ററി ചരിത്രത്തിലെ ഏറ്റവും തിളക്കമാർന്ന അധ്യായമായി മാറും എന്നതിൽ സംശയമില്ല.